ആകാശവാണി വാർത്താവീക്ഷണം. അവധിക്കാലവും കുട്ടികളിലെ മാനസികാവസ്ഥയും. തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം അശ്വതി. അവധിക്കാലം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിശ്രമകാലമാണ്. ഓരോ വേനലവധിക്കാലവും ഒരു അധ്യയന വർഷത്തിന്റെ പര്യവസാനം കൂടിയാണ്. പഠനത്തിന്റെ ബദ്ധപ്പാടുകളില്ലാതെ സ്വാതന്ത്ര്യത്തോടെ കഴിച്ചുകൂട്ടേണ്ട കാലം. രക്ഷിതാക്കൾക്കും ഒരളവ് വരെ ആശ്വാസകാലം തന്നെ. മുൻകാലങ്ങളിലെ അവധിക്കാലം ആ 2 മാസവും ഓരോ കുഞ്ഞിനും ഓരോ രീതിയിൽ ആസ്വാദ്യവും വ്യത്യസ്തവും ജീവിതാന്ത്യം വരെ മധുരസ്മരണ നിലനിർത്തുന്നതുമായിരുന്നു. സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപേ നാട്ടിൽ പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് അവർ തുടങ്ങും. വലിയ മുൻകരുതലൊന്നും അവർക്ക് വേണ്ടായിരുന്നു. തങ്ങളുടെ വസ്ത്രം മാത്രം എടുത്ത് പുറപ്പെടുകയായി. അമ്മയും അച്ഛനും കൊണ്ടാക്കി 2-3 ദിവസം കഴിഞ്ഞാൽ അവരുടെ ജോലിസ്ഥലത്തേക്ക് മടങ്ങും. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റു ബന്ധുക്കളും സമപ്രായക്കാരുമൊക്കെയായി സ്വാതന്ത്ര്യത്തോടെ 2 മാസം കഴിച്ചുകൂട്ടും. ഒടുവിൽ തിരിച്ചു പോരുമ്പോൾ നെഞ്ചുപിടയുന്ന വേദന, അടുത്ത ലീവിന് വേണ്ടിയുള്ള കൊതിയോടെയുള്ള കാത്തിരിപ്പ്. നാട്ടിലുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നഗരത്തിലെ ബന്ധുവീട്ടിലേക്ക് വരും. അവരും പുതിയ സാഹചര്യവും കാഴ്ചകളും ഒക്കെ പരിചയിച്ച് കടന്നുപോകും. തറവാട്ടിലെത്തുന്ന കുട്ടികൾക്കാണ് തങ്ങളുടെ ബന്ധുക്കളുമായി ഒത്തുചേരാനും പ്രകൃതിയിലേക്ക് ഇറങ്ങി കളിക്കാനും രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനുമൊക്കെയുള്ള അവസരം. നഗരവിശേഷങ്ങൾ കേട്ടും അത്ഭുതം കൂറിയും നാട്ടിൻപുറത്തെ കുട്ടികൾ തങ്ങളുടെ സമപ്രായക്കാരുമായി യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അവധിക്കാലം കഴിച്ചുകൂട്ടും. അവരായിരിക്കും നായികാനായകന്മാർ. അവധിക്കാലം ഉത്സവങ്ങളുടെ കാലം കൂടിയാണ്. എല്ലാ ആരാധനാലയങ്ങളിലും ഉത്സവം. എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങൾ നൽകുന്ന കാലം. ഓരോ അവധിക്കാലവും മാമ്പഴത്തിന്റെയോ ചക്കപ്പഴത്തിന്റെയോ നാടൻ പഴങ്ങളുടെയോ രുചിസ്മരണയില്ലാതെ കടന്നുപോകാൻ പറ്റില്ല. രാവിലെ ഉറക്കമുണർന്നാൽ പ്രഭാതകൃത്യങ്ങൾ കഴിച്ചെന്ന് വരുത്തി വെളിയിലിറങ്ങിയാൽ സന്ധ്യയാവും ഓരോരുത്തരും വീടണയാൻ. മരത്തിൽ കയറുക, കുളത്തിലോ കായലിലോ ഒക്കെ നീന്തി കളിക്കുക, തുറസായി കിടക്കുന്ന വയലിൽ നാടൻ കളികളിൽ ഏർപ്പെടുക എന്നിങ്ങനെ ഓരോ ദിവസം വൈവിധ്യപൂർണമാക്കും അവർ. ഇതിനിടെ മുത്തശ്ശിയോ അമ്മയോ ഒക്കെ കൊടുക്കുന്ന ഭക്ഷണം എല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കും. രാത്രിയായാൽ കുളി, നാമജപം, മുത്തശ്ശിയോ മുത്തശ്ശനോ പറയുന്ന കഥകൾ കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ കേട്ടു മനസ്സിലാക്കുക, നാടൻ ഭക്ഷണവും കഴിച്ച് ഉറക്കത്തിലേക്ക്. സുന്ദര സ്വപ്നങ്ങളും തെളിഞ്ഞ മനസ്സുമായി ഭാരമേതുമില്ലാതെ മറ്റൊരു പ്രഭാതത്തിലേക്ക്. ഈ രീതികൾ കുട്ടികളിലെ മാനസിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. വില കൂടിയ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നതിനാൽ അവരുടെ കഴിവുപയോഗിച്ച് കളികളും കളിപ്പാട്ടങ്ങളും കണ്ടുപിടിക്കുമായിരുന്നു. ഇത് അവരിലെ സർഗാത്മകതയെ വളർത്തി. ബന്ധുക്കളുമായി ചേർന്ന് ഉത്സവത്തിന് പോകുന്നതും അമ്പലപ്പറമ്പിലെ നാടകവും നാടൻ കലാരൂപങ്ങൾ ആസ്വദിക്കുന്നതും എല്ലാം പഴയകാല അവധിക്കാലത്തിന്റെ ഒരിക്കലും ഒളിമങ്ങാത്ത ഓർമ്മകളാണ്. അനുഷ്ഠാനം, ഉൾക്കാഴ്ച, പെരുമാറ്റം, ബഹുമാനിക്കേണ്ട രീതി ഇവയൊക്കെ സ്വായത്തമാക്കുന്നത് ഓരോ അവധിക്കാലത്തുമാണ്. അന്നത്തെ അവധിക്കാല കോഴ്സുകളായിരുന്നു അതെല്ലാം. അടിച്ചേൽപ്പിക്കാതെ പഠിച്ചവ. എന്നാൽ ഇന്ന് അവധിക്കാലം കുട്ടികൾക്ക് അന്നുവരെയുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രമീകരണത്തിലേക്ക് മാറുന്നേയുള്ളൂ. മൊബൈൽ ഫോൺ, ടാബ്, TV, വീഡിയോ ഗെയിംസ് എന്നിങ്ങനെ സാങ്കേതിക വിദ്യയോട് അടുപ്പമുള്ളവ കുട്ടികളുടെ സമയം അപഹരിക്കുന്നു. അവധിക്കാലത്ത് പോലും പരിശീലനങ്ങളും ക്ലാസുകളും മാത്രമായി മാറുന്നു. ട്യൂഷൻ, ഡാൻസ്, മ്യൂസിക്, സ്പോർട്സ് എന്നിങ്ങനെ ക്ലാസുകൾ. ബാക്കി സമയം സോഷ്യൽ മീഡിയകളിലും. പുറത്തു കളിക്കാൻ പോകുന്നത് തന്നെ കുറവ്. ഇത് അവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു. മാതാപിതാക്കൾ തൊഴിൽ സംബന്ധമായ തിരക്കിലായതിനാൽ അവരുമായി സമയം പങ്കിടുന്നതും കുറവ്. ഈ രീതി ഇന്നത്തെ കുട്ടികളിൽ ബന്ധങ്ങളോടുള്ള അടുപ്പമില്ലായ്മ, ശ്രദ്ധക്കുറവ്, ക്ഷമയില്ലായ്മ, എന്തിനും ഏതിനും ആശങ്കയും ഉത്കണ്ഠയും ഒറ്റപ്പെടൽ എന്നിവയാണ് നൽകുന്നത്. കാലം വല്ലാതെ മാറിപ്പോയി. ഇന്നത്തെ തലമുറയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എത്ര മുത്തശ്ശിമാർക്ക് കുഞ്ഞുങ്ങളുമായി ഇടപെടാൻ സമയമുണ്ട്? അവർ മറ്റൊരു ലോകത്താണ്. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയം പോലും സീരിയൽ സമയത്തിന് ശേഷമോ മുൻപോ ക്രമപ്പെടുത്തുന്ന മുതിർന്ന തലമുറ. അവർക്ക് ചെറുമക്കളോട് പ്രോഗ്രാം മാറ്റുന്നതിൽ നീരസം കാട്ടാനും മടിയില്ലാതായി. അയൽപ്പക്കത്തെ കുട്ടികളുമായുള്ള കളിയും വളരെ കുറവാണ്. കുട്ടികളെ എവിടെയും കളിക്കാൻ വിടാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ്. അതിന് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഭേദമില്ല. സമൂഹ മാധ്യമങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും സ്വാധീനം വല്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വിഷാദപ്പെടുന്ന ഇന്നത്തെ തലമുറ തിരുത്തപ്പെടേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന രക്ഷകർത്താക്കൾ ഇല്ലായ്മ വന്നാൽ എങ്ങനെ അത് തരണം ചെയ്യണമെന്ന് തിരിച്ചറിവാണ് നൽകേണ്ടത്. ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാതെ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു വന്ന ഒരു തലമുറയാണ് കുട്ടികളിൽ ഈ ധാരാളിത്തവും തിരിച്ചറിവില്ലായ്മയും ഉണ്ടാക്കുന്നതെന്നതാണ് കഷ്ടം. ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ജീവിതത്തിലെ നേട്ടങ്ങളെയും ജയങ്ങളെയും കുറിച്ച് മാത്രം പറയാതെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും കൂടി ചർച്ച ചെയ്തു പോകുകയും അവരുടെ അഭിപ്രായത്തിന് കാതോർക്കുകയും ചെയ്യുമ്പോൾ ഒരളവ് വരെ ഇന്നത്തെ കുട്ടികളിലെ വിഷാദവും ഒറ്റപ്പെടലുമൊക്കെ ഇല്ലാതാവും. ബന്ധുക്കളോടൊപ്പം ഒത്തുചേരാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ ഇന്നത്തെ കുട്ടികൾ താല്പര്യം കാണിക്കാറില്ല.
തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവർ മിനക്കെടാറില്ല. പ്രശ്നങ്ങൾ ജീവിതത്തിലുടനീളമുണ്ടെന്നും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല മറ്റൊരാൾക്കുള്ളതെന്നുമുള്ള തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ലെന്നും ക്ഷമയോടെ അത് കണ്ടെത്തേണ്ടതാണെന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുതിർന്നവർക്കാണ്. പുതിയ കാലത്തെയും പഴയ കാലത്തെയും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്തെന്നാൽ കാലം മാറ്റമാണ്, മാറിയേ തീരൂ. ശരിതെറ്റുകൾ ആപേക്ഷികവും. മാറ്റം പഴയതും പുതിയതും ചേർന്നുള്ള സന്തുലിത സാഹചര്യമാക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് അത് നേട്ടമാവുകയുള്ളൂ. പഴയ കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി, മുതിർന്നവരുടെ സ്വാധീനം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വൈകാരിക അടുപ്പം ഇവയൊക്കെ പുതിയ തലമുറയിൽ മറ്റു പലതുമായി. അണുകുടുംബം, ഡിജിറ്റൽ മീഡിയകളുടെ അമിത സ്വാധീനം, മാനസിക വ്യാപാരങ്ങൾ പങ്കുവയ്ക്കുന്നതിലുള്ള കുറവ് ഇവയൊക്കെ കുട്ടികളിൽ പിരിമുറുക്കത്തിന് കാരണമാകുന്നു. കുട്ടികളിൽ മൊബൈൽ ഫോൺ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. മണിക്കൂറുകൾ ഒരേ പൊസിഷനിലിരുന്ന് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ കണ്ടും കേട്ടും സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് കഴുത്തുവേദന, പേശീവേദന തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത്. ചിന്തകളിലൂടെ സർഗാത്മകമായി പ്രവർത്തിക്കാനുള്ള കഴിവിനെ ഇതില്ലാതാക്കുന്നു. വായനയുടെ വിശാലമായ ലോകം ഇന്നത്തെ കുട്ടികൾക്ക് പരിചിതമല്ല. ആരുമായും സംവദിക്കാതെ, ആരോഗ്യമുള്ള സുഹൃത്ത് ബന്ധങ്ങളില്ലാതെയും തന്നിലേക്ക് ഉൾവലിയുന്ന കുട്ടികളെയാണ് ഓരോ അവധിക്കാലത്തും നമ്മൾ കാണുന്നത്. അച്ഛനമ്മമാർ പലപ്പോഴും അവരുടെ ഔദ്യോഗിക തിരക്കിലായിരിക്കും. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ എന്ന പോലെ മുതിർന്നവരിലും മാനസികാരോഗ്യത്തിന് പോരായ്മകൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസം, സ്നേഹം, സഹകരണം, പങ്കുവയ്ക്കൽ എല്ലാം സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അവധിക്കാലം എന്നത് മത്സരബുദ്ധിയോടെ ഓടിനടന്ന് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കുട്ടികളും മാതാപിതാക്കളും. ഇന്നത്തെ കുട്ടികൾ ബുദ്ധിപരമായി ഒരുപാട് മുന്നിലാണ്. കഴിവുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പണ്ട് അവരവരുടെ കഴിവുകൾ സ്വപ്രയത്നത്താൽ മിനുക്കിയെടുത്ത് പാകപ്പെട്ട് വന്നിരുന്നവരാണ് ഏറെയും. ഭാഷാജ്ഞാനം, പൊതുവിജ്ഞാനം ഇവയിലൊക്കെ ആഴത്തിലുള്ള അറിവ് വായനയിലൂടെ നേടിയെടുത്തവർ. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ അറിവും വിരൽത്തുമ്പിൽ കിട്ടുമെന്നുള്ളത് അവരിലെ പ്രയത്നശേഷി കുറയ്ക്കുന്നു. ഓർമ്മ, ഏകാഗ്രത എന്നിവയിലൊക്കെ ഈ വ്യത്യാസം കാണാൻ കഴിയും. നല്ല വരികൾ, നല്ല ചൊല്ലുകൾ കാണാതെ പഠിച്ചിരുന്ന അവസരോചിതമായി പ്രയോഗിക്കുന്ന ആ രീതിയൊക്കെ സ്വായത്തമാക്കുന്നത് അവധിക്കാലത്താണ്. ഓരോ അവധിക്കാലവും സ്വാതന്ത്ര്യത്തിന്റെയും കരുതലിന്റെയും അറിവ് പങ്കുവയ്ക്കലിന്റെയും സഹകരണത്തിന്റെയും കാലമായിരുന്നു. ഒരു ആപത്തുണ്ടാകുമ്പോൾ പോലും അതിന്റെ ഭാഗമായി സഹായം നൽകുന്നതിന് പകരം അത് മൊബൈൽ ഫോണിൽ പകർത്തുന്ന പ്രവണതയാണ് ഇന്ന് കാണുന്നത്. സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കാൻ പാകത്തിൽ കുട്ടികളിൽ മനുഷ്യത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കി കൊടുക്കുന്ന കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്നവർ എങ്ങനെയാണോ അച്ഛനമ്മമാരോട് പെരുമാറുന്നത്, അവരെ ബഹുമാനിക്കുന്നത്, അവരുടെ വേദനകളിൽ ആകുലപ്പെടുന്നത്, ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നിഷ്ക്രിയമായ ഒരു സമൂഹത്തിന്റെ ഭാഗമാകാൻ കഴിയില്ല. അവധിക്കാലത്ത് കുട്ടികളുമായി അധിക സമയം ചെലവഴിക്കാനും വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുകയും വേണം. വിശ്വസനീയമായ അന്തരീക്ഷത്തിലെങ്കിലും അവരെ സ്വതന്ത്രരായി മറ്റുള്ളവരോട് ഇടപഴകാൻ അവസരം കൊടുക്കണം. ശരിതെറ്റുകൾ ആപേക്ഷികമാണെന്ന് തിരിച്ചറിയുന്നതിലാണ് അതിന്റെ ശരിയെന്നും അവരെ ബോധ്യപ്പെടുത്തണം. മുതിർന്നവർ കാപട്യമില്ലാത്തവരായാൽ മാത്രമേ ഈ ലോകത്തെ നന്മകൾ കുട്ടികൾ തിരിച്ചറിയൂ. കുട്ടികൾക്ക് മനസ്സ് തുറക്കാനുള്ള സാഹചര്യം ഓരോ വീട്ടിലും ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ കുടുംബത്തിന് പുറത്ത് ആളെ അന്വേഷിക്കുകയും അത് പല ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ലഹരിക്കടിമപ്പെടുന്നതും കുറ്റകൃത്യങ്ങളിൽ പെടുന്നതുമൊക്കെ ഏറെക്കുറെ അങ്ങനെയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ തളരാതെ ഓരോന്നും പരിഹരിച്ച് മുന്നേറുന്നതാണ് ജീവിത വിജയമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ചെറിയ പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാൻ അവർക്ക് കരുത്തേകുക. എന്തും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ കൂടിയാണ് രക്ഷിതാക്കൾ എന്ന തിരിച്ചറിവ് സമൂഹത്തിന്റെ ചതിക്കുഴികളിൽ നിന്ന് അവരെ രക്ഷിക്കും. ഈ മാറിയ സാഹചര്യത്തിൽ ഇതൊക്കെ പറയുന്നത് പോലെ എളുപ്പമല്ല പ്രവർത്തിക്കാനെങ്കിലും ഇത് കഴിയുന്നതും നാം പ്രാവർത്തികമാക്കണം. എല്ലാ കാലത്തെയും കുട്ടികൾ ഒരുപോലെയാണ്. അവർക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും കരുതലും ഒക്കെയാണ് ഇഷ്ടം. ഒരു കുഞ്ഞും ഈ ലോകത്ത് സ്വഭാവ വൈകല്യത്തോടെ ജനിക്കുന്നില്ല. ജീനുകളുടെ സ്വാധീനമുണ്ടെങ്കിലും നല്ല സാഹചര്യങ്ങളും മാർഗങ്ങളും കുട്ടികളെ നേർവഴിക്കെത്തിക്കും. പാഠപുസ്തകങ്ങളിലോ അധ്യാപകരിലോ നിന്നല്ലാതെ പ്രകൃതിയിലേക്ക് ഇറങ്ങി മനുഷ്യനിലേക്ക് ഇറങ്ങി വേണം ഓരോ കുഞ്ഞും ജീവിതത്തെ അറിയാൻ. ലോകത്തെവിടെയും എല്ലാ മനുഷ്യന്റെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നാണെന്നും അത് നേടിയെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ടെന്നും ഓരോ കുട്ടിയും മനസ്സിലാക്കണം. തന്നെപ്പോലെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്ന സാമാന്യ ബോധമുണ്ടായാൽ തന്നെ സമൂഹത്തിന് അവർ മാതൃകയാകും. അതിന് വഴി തെളിയിക്കുന്നതാകട്ടെ ഓരോ അവധിക്കാലവും. പഴമയെയും പുതുമയെയും ചേർത്ത് പിടിച്ച് ചിലത് ഉൾക്കൊണ്ടും ചിലത് നിരാകരിച്ചും പുതുതലമുറ വളരട്ടെ. ഓരോ അവധിക്കാല അനുഭവങ്ങളും ജീവിതത്തിലെ സങ്കീർണതകളെ കരുത്തോടെ മികവോടെ കാണാനും തരണം ചെയ്യാനും സഹായിക്കുന്നതാകട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് ശ്രീലത VS.